കൂരിരുൾ താഴ്വരെ അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരെ അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. ഇന്നത്തെ ധ്യാനം രൂപാന്തരപ്പെടുത്തുന്ന യേശുക്രിസ്തു. കാനായിലെ വിവാഹ വിരുന്നിൽ നടന്ന ആദ്യ അത്ഭുതം യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയും കരുണയെയും വെളിപ്പെടുത്തുന്നു. വെള്ളം വീഞ്ഞാക്കി മാറ്റിയ ഈ അത്ഭുതം നമ്മുടെ ജീവിതങ്ങളെയും അവൻ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നതിന് ശക്തമായ തെളിവാണ്. ഒന്ന്, അവൻ നമ്മുടെ കുറവുകളിൽ ഇടപെടുന്നവനാണ്. വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ അത് ഉടയവന് ലജ്ജയുടെയും കുറവിൻ്റെയും സാഹചര്യം ഉണ്ടാക്കുമായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും സന്തോഷം, സമാധാനം, പ്രത്യാശ എന്നിവ നഷ്ടപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയെന്ന് വരാം. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം കാനാവിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഭവനത്തിലെ കുറവുകളുടെ മധ്യത്തിൽ ഇടപെട്ടതുപോലെ അവൻ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുറവുകളുടെ മധ്യത്തിൽ അവൻ ഇടപെടും. 2, യേശുവിൻ്റെ വാക്കിനോടുള്ള അനുസരണം അത്ഭുതത്തിന് വഴിയൊരുക്കും. യേശു പറഞ്ഞു, പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. ദാസന്മാർ സംശയിക്കാതെ അനുസരിച്ച് വെള്ളം നിറച്ചത് സാധാരണ ഒരു പ്രവൃത്തിയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ വാക്കിനോടുള്ള അനുസരണം അത്ഭുതത്തിന് വഴിയൊരുക്കി. പ്രിയരെ, ദൈവവചനം കേൾക്കുക, അനുസരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. 3, സാധാരണ അനുഭവത്തെ അസാധാരണ അനുഭവമാക്കി യേശു തീർക്കും. യേശുവിൻ്റെ വാക്ക് അനുസരിച്ചപ്പോൾ വെള്ളം വീഞ്ഞായി രൂപാന്തരപ്പെടുന്നു. അത് ഏറ്റവും നല്ല വീഞ്ഞായിരുന്നു. യേശുവിൻ്റെ വാക്കനുസരിച്ചാൽ നമ്മുടെ സാധാരണ ജീവിതത്തെ അസാധാരണ ജീവിതമാക്കുവാൻ കഴിയും. വെള്ളം പുറമെ മാറ്റപ്പെട്ടില്ല, അകമെയാണ് മാറ്റമുണ്ടായത്. അതുപോലെ യേശു നമ്മെ പുറമെ മാത്രമല്ല അകമേ പുതുക്കും. നമ്മുടെ ഹൃദയം, ചിന്തകൾ, സ്വഭാവം, ജീവിതശൈലി ഇവ അവൻ പുതുക്കും. ക്രിസ്തുവിലുള്ളവർ പുതിയ സൃഷ്ടിയാണ്. പ്രിയരെ, ഗുണവും മണവും രുചിയും ഇല്ലാതിരുന്ന വെള്ളത്തെ കർത്താവിൻ്റെ കരത്തിലൂടെ ഗുണവും മണവും രുചിയുമുള്ള വീഞ്ഞായി രൂപാന്തരപ്പെട്ടതുപോലെ ഒരു ഗുണവും മണവും രുചിയുമില്ലാത്ത നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും. കാനായിൽ അത്ഭുതം പ്രവർത്തിച്ചവൻ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനാണ്. അവൻ നമ്മുടെ കുറവുകളെ പരിഹരിക്കും. അവൻ നമ്മുടെ ജീവിതത്തെ മാറ്റും. അവൻ നമുക്ക് ഏറ്റവും നല്ലത് നൽകും. അവൻ നമ്മളെ പൂർണ്ണമായി പുതുക്കും. നമ്മുടെ ജീവിതം അവൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചാൽ മാത്രം മതി. വെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തിയവൻ ഈ പ്രഭാതത്തിങ്കൽ നിന്റെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തും. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതം നിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു. എന്നെ ശക്തീകരിച്ച് എന്നെ രൂപാന്തരപ്പെടുത്തി പുതുക്കണമേ. മഹത്വം നീ എടുക്കണം.
യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.